പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ നിർണായക തെളിവെടുപ്പ്. ക്രൂരമർദ്ദനം നടന്ന കോളേജ് ഹോസ്റ്റലിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. മുഖ്യപ്രതി സിൻജോ ജോണിനെ ഹോസ്റ്റലിൽ എത്തിച്ചിട്ടുണ്ട്. പൂക്കോട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, കുറച്ചു നേരമായി തെളിവെടുപ്പ് നടക്കുകയാണ്. എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുള്ളത്? നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പ് നടത്തുന്നത് നേരെ ഡോർമെട്രിയിലേക്കാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ ഇവിടേക്ക് ആദ്യം നടുത്തറത്തേക്കാണ് എത്തിച്ചത്. നടുത്തറത്തേക്ക് എത്തിച്ച ശേഷം പിന്നീട് 21 നമ്പർ മുറിയിൽ സിദ്ധാർത്ഥിനെ ആക്രമിച്ച 21 നമ്പർ മുറിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിലെ നിലയിലുള്ള 36 നമ്പർ മുറിയിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇത് ഡോർമെട്രി ഉൾപ്പെടെയുള്ള ഇവിടെയാണുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ, എന്തൊക്കെ ആയുധങ്ങളാണ് ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ, എന്തൊക്കെ ആയുധം വെച്ചാണ് ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കീർത്തന, എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഈ മരണവുമായി സംബന്ധിച്ച് ലഭിക്കാനുണ്ട്. ഹോസ്റ്റലിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുർജിത്ത്, ഇപ്പോൾ ഈ റൂമിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഈ ഹോസ്റ്റൽ നടുമുറ്റത്തും മറ്റു പലയിടങ്ങളിലും വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ക്രൂരമായി മർദ്ദിച്ചതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അവിടെ വെച്ചും തെളിവെടുപ്പ് ഇനി നടത്തേണ്ടതുണ്ട്. ഇതിനപ്പുറം ഈ വയറിനും ഇപ്പോൾ കോളേജ് മുറിയിൽ നിന്ന് വയറ് കണ്ടെടുത്തു എന്ന് പറയുന്നു. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച വയറ് കണ്ടെടുത്തു എന്ന് പറയുന്നു. അതിനപ്പുറം ഇരുമ്പ് വടി കൊണ്ടും മറ്റും സിദ്ധാർത്ഥിനെ അടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർണായക തെളിവുകളും ഇനി പോലീസിനെ കണ്ടെടുക്കാനുണ്ടല്ലോ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരശേഖരണമാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത്. ആദ്യം 21 നമ്പർ മുറിയിൽ, അതിന് മുമ്പായി ഈ നടുത്തളത്തിൽ ആദ്യം തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഈ മുറിയിൽ നിന്ന് 21 നമ്പർ മുറിയിൽ നിന്ന് ആക്രമിക്കാൻ ഉപയോഗിച്ച വയർ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആ വയർ കണ്ടെടുത്തു. അതിനുശേഷം ഇപ്പോൾ 36 നമ്പർ മുറിയിൽ, ഏറ്റവും മുകളിലെ നിലയിലാണ് ഹോസ്റ്റലിൻ്റെ, ആ 36 നമ്പർ മുറിയിലാണിപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി പോലീസ് കണ്ടെടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സിൻജോ ജോൺസൺ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് സിൻജോ ജോൺസൺ. ആ സിൻജോ ജോൺസണുമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ഈ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആക്രമിച്ച പ്രതികളിൽ ഒരാളാണ് സിൻജോ ജോൺസൺ എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇക്കാര്യം, എഫ്ഐആറിലടക്കം ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ആ 7 പ്രതികൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാണ് 7 പേർ. അവരെ ഇന്നലെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തതോടെ 18 പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 18 പ്രതികളാണ് ഈ കേസിൽ നിലവിൽ പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം ഉള്ളത്. ആ 18 പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി, അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള ശ്രമമാണിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആയുധങ്ങൾ കണ്ടെത്തുക എന്നുള്ള നടപടിയുമായാണ് പോലീസ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അതിൻ്റെ ഓരോ ഭാഗത്തും ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായ പ്രതികൾ 7 പേരാണ്. 7 പേരും SFIയുടെ ഭാരവാഹികളടക്കമായിട്ടുള്ള ആളുകൾ, അത്രയും പ്രധാനപ്പെട്ട ആളുകൾ. എന്തായാലും അതെല്ലാം തന്നെ അവരെല്ലാം തന്നെ ഇന്നലെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. ഈ മർദ്ദനത്തിന് ഉപയോഗിച്ച ഗ്ലൂഗണിൻ്റെ വയറും ഗ്ലൂഗണ്ണും ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആ ഗ്ലൂഗണ്ണും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി വിവരങ്ങൾ അത് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൗത്യമാണിപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കൽപ്പറ്റ DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം എല്ലാം തന്നെ നടത്തുകയാണ്. ഈ പ്രതികൾക്കെതിരെ നിലവിൽ മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള നീക്കം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പ്രതികൾ നൽകുന്ന മൊഴി. എന്തായാലും ഈ മൊഴി
നിലവിലുണ്ട്. അത്തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇത് 12-ാം തീയതി മുതൽ തുടങ്ങിയ സംഭവവികാസങ്ങളാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ വാലന്റൈൻ ഡേ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയോട് സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 പേരാണ് ഈ കേസിലെ പ്രതികൾ. ഇതിൽ ഇന്നലെ ഒടുവിൽ അറസ്റ്റിലായത് 7 പേരാണ്. അതിൽ പത്തനംതിട്ട സ്വദേശി അജയ് ഉണ്ട്, കൊല്ലം സ്വദേശിയായിട്ടുള്ള അൽത്താഫ് ഉണ്ട്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ആദിത്യനുണ്ട്, മലപ്പുറം സ്വദേശി സയ്യിദ് റിസാലുണ്ട്, ഒപ്പം മലപ്പുറം സ്വദേശി ഡാനിഷ് ഉണ്ട്, കൊല്ലം സ്വദേശിയായിട്ടുള്ള കാശിനാഥനുണ്ട്, ഒപ്പം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള സിൻജോ ജോൺസണും ഉണ്ട്. ഇങ്ങനെ 7 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ള ആളുകൾ. ആ പ്രതിപട്ടികയിലുള്ള ആളുകളുമായുള്ള തെളിവെടുപ്പാണ്. അതിൽ സിൻജോ ജോൺസനാണ് ഏറ്റവും വലിയ രീതിയിൽ ആക്രമണം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് സിൻജോ ജോൺസനെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലൂഗൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, അതും വയറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണം നടത്തുന്നത് 15-ാം തീയതി ഈ വാലന്റൈൻ ഡേ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ശേഷം ഈ 15-ാം തീയതി വീട്ടിലേക്ക് പോവുകയാണ് ഈ സിദ്ധാർത്ഥൻ. ഈ വീട്ടിലേക്ക് പോകുന്നതിനിടെ എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥനെ മടക്കി ഇവിടേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു. തിരിച്ചു വിളിച്ചത് ഈ ഡാനിഷ് എന്ന് പറയുന്ന ആളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഡാനിഷ് വിളിച്ചു വരുത്തി. രഹാൻ എന്ന് പറയുന്ന മറ്റൊരു സഹപാഠിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചു വരുത്തിയ ശേഷം നേരെ കൊണ്ടുപോകുന്നത് നമ്പർ 21-ാം നമ്പർ മുറിയിലേക്കാണ്. ആ 21-ാം നമ്പർ മുറി എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയുടെ മുറിയാണ്. യൂണിറ്റ് ഭാരവാഹിയായ SFI ഭാരവാഹിയായിട്ടുള്ള യുവാവ് അദ്ദേഹത്തിൻ്റെ മുറിയാണ്. ആ മുറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ 4 പേർ, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽ ഇഷാൻ അവരടക്കം 4 പേർ താമസിക്കുന്ന മുറിയാണ് നമ്പർ 21. അവിടെ വെച്ച് വലിയ രീതിയിൽ ഈ യുവാവിനെ വിചാരണ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. സിദ്ധാർത്ഥനെ അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു, അടിവസ്ത്രത്തിൽ നിർത്തി. അതിനുശേഷം ആളുകൾ കൂടിയപ്പോൾ നേരെ കൊണ്ടുവരുന്നത് നടുത്തളത്തിലേക്കാണ്. അതായത് ഈ ഹോസ്റ്റലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ താഴെയുള്ള നടുത്തളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇതിനിടയിലെല്ലാം തന്നെ 36 നമ്പർ മുറിയിലെല്ലാം തന്നെ വെച്ച് മർദ്ദനം നടക്കുന്നുണ്ട്. 4 ഇടങ്ങളിലായി മർദ്ദിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇതിനുശേഷം നേരെ നടുത്തളത്തിൽ കൊണ്ടുവന്നാണ് പിന്നീട് തുടങ്ങിയ ആ ഒരു മാനസികവും ശാരീരികവുമായ പീഡനം നടക്കുന്നത്. 2 മണി വരെയാണ് പുലർച്ചെ. 2 മണിക്ക് ശേഷം കട എന്ന് വിളിക്കുന്ന പേരുള്ള അമൽ എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്. 2015 മുതൽ ഇവിടെ PhDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇവിടേക്ക് കയറി വന്ന ശേഷം അദ്ദേഹവും ഒരു വട്ടം ഈ യുവാവിനെ, അതായത് സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നുണ്ട്. ആക്രമിച്ച ശേഷം എല്ലാവരെയും ഈ കട എന്ന് വിളിക്കുന്ന അമലാണ് ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നത്. എല്ലാവരും പോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ കുട്ടിയുമായി, അതായത് സിദ്ധാർത്ഥുമായി നേരെ ഈ സംഘം എത്തുന്നത് ഡോർമെറ്ററിയിലേക്കാണ്. ഡോർമെറ്ററിയിലേക്ക് എത്തി അവിടേക്ക് ഡോർമെറ്ററിയിൽ ഈ കുട്ടിയെ ആക്കുന്നു. ഈ കട എന്ന് പറയുന്ന ഈ അമൽ തന്നെ നിർദ്ദേശം നൽകുന്നു, ഇവൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കാവലിരിക്കണമെന്ന് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ കാവൽ ഇരുന്ന ഈ വിദ്യാർത്ഥികൾ ഇതിനിടയിൽ പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി ഭക്ഷണം ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികൾ എത്തിക്കുന്നുണ്ട്. മെസ്സിൻ്റെ ചുമതലയിലുള്ള വിദ്യാർത്ഥികളാണ് ഭക്ഷണമടക്കം ഈ ഹോസ്റ്റലിലേക്ക്, ഈ ഡോർമെറ്ററിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ഡോർമെറ്ററിയിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ കുട്ടി തയ്യാറാവുന്നില്ല, സിദ്ധാർത്ഥ് തയ്യാറാകുന്നില്ല. ഭക്ഷണം നൽകാതെയല്ല, ഭക്ഷണം എത്തിക്കുന്നുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഈ കുട്ടി തയ്യാറായില്ല. വളരെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു ഈ വിദ്യാർത്ഥി ഉണ്ടായിരുന്നത്. പിറ്റത്തെ ദിവസം ഞെട്ടിക്കുന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് പൂക്കോട് നിന്ന് വരുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മർദ്ദനം നടന്നുവെന്ന് കരുതുന്ന ഹോസ്റ്റൽ റൂമിലും നടുത്തളത്തിലുമാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.